അവഗണനയുടെ തുടക്കം. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ജോലിക്കായി എത്തിയ യുവാവായിരുന്നു രാഹുൽ. സ്വതവേ ശാന്തസ്വഭാവക്കാരനായ രാഹുലിന് സുഹൃത്തുക്കളും ബന്ധങ്ങളും ജീവനായിരുന്നു. നഗരത്തിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി കിട്ടിയപ്പോൾ അവൻ ഏറ്റവും സന്തോഷം നൽകിയത് തൻ്റെ പഴയ സുഹൃത്തായ അഖിലും അതേ നഗരത്തിലുണ്ട് എന്നതായിരുന്നു. തുടക്കത്തിലെല്ലാം നന്നായിപ്പോയി. അഖിലിനൊപ്പം യാത്രകൾ പോയും വാരാന്ത്യങ്ങൾ ആഘോഷിച്ചും രാഹുൽ സന്തോഷം കണ്ടെത്തി. എന്നാൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറിത്തുടങ്ങി. അഖിലിന് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. അവർ സമ്പന്നരും ആഡംബര ജീവിതം നയിക്കുന്നവരുമായിരുന്നു. രാഹുൽ അയക്കുന്ന മെസ്സേജുകൾക്ക് അഖിൽ മറുപടി നൽകാതെയായി. ഫോൺ വിളിച്ചാൽ തിരക്കിലാണ് എന്നു പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്യും. ഒരു ശനിയാഴ്ച വൈകുന്നേരം രാഹുൽ അഖിലിനെ വിളിച്ചു. അഖിലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അപ്പുറത്തുനിന്ന് വന്ന മറുപടി ഇതായിരുന്നു: രാഹുൽ, ഞങ്ങൾ ഇന്നൊരു വലിയ പാർട്ടിയിലാണ്. അവിടെ നിനക്ക് വരാൻ പറ്റിയ സാഹചര്യമല്ല. നീ തിരക്കില്ലെങ്കിൽ വീട്ടിലിരിക്കൂ. ആ വാക്കുകൾ രാഹുലിൻ്റെ നെഞ്ചിൽ ഒരു കല്ല് വന്നു വീണതുപോലെ തോന്നിപ്പിച്ചു. തന്നേക്കാൾ വലിയവർ എന്ന് അഖിൽ കരുതുന്നവർക്കിടയിൽ താനൊരു തടസ്സമാണെന്നവൻ മനസ്സിലാക്കി. ശൂന്യതയുടെ നാളുകൾ. ആ രാത്രി രാഹുലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ ഫോണിലെ ചാറ്റുകൾ എടുത്തു നോക്കി. കഴിഞ്ഞ ഒരു മാസമായി താൻ അയച്ച 10ഓളം മെസ്സേജുകൾക്ക് അഖിൽ മറുപടി നൽകിയിട്ടില്ല. താൻ അവനെ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു, എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നു രാഹുൽ ഓർത്തു. പക്ഷെ തിരിച്ചു കിട്ടിയത് വെറും അവഗണന മാത്രം. താൻ എന്തെങ്കിലും തെറ്റു ചെയ്തു? തൻ്റെ വസ്ത്രധാരണം മോശമായതുകൊണ്ടാണോ അവൻ തന്നെ ഒഴിവാക്കുന്നത്? അതോ തൻ്റെ ശമ്പളം കുറവായതുകൊണ്ടാണോ? രാഹുൽ സ്വയം പഴിചാരാൻ തുടങ്ങി. ദിവസങ്ങളോളം അവൻ വിഷാദത്തിലായിരുന്നു. ഓഫീസിലെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മാറ്റത്തിൻ്റെ തുടക്കം. ഒരു ദിവസം വൈകുന്നേരം പാർക്കിലിരിക്കുമ്പോൾ രാഹുൽ തൻ്റെ പഴയ ഒരു അധ്യാപകനെ അവിചാരിതമായി കണ്ടുമുട്ടി. രാഹുലിൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു: രാഹുൽ, എന്തുപറ്റി? നിന്റെ ആ പഴയ ചിരി എവിടെ പോയി? രാഹുൽ തൻ്റെ സങ്കടങ്ങൾ അദ്ദേഹത്തോട് പങ്കുവച്ചു. എല്ലാം കേട്ട ശേഷം അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു: രാഹുൽ, നീ ഒരു സിംഹത്തെ പോലെയാണ്. ഒരു സിംഹം കാട്ടിലെ മറ്റു മൃഗങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി വിഷമിച്ചിരിക്കാറുണ്ടോ? ഇല്ല. സിംഹത്തിനറിയാം തൻ്റെ കരുത്തും തൻ്റെ വിലയും. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ദുർബലരാകുന്നത്. പകരം മറ്റുള്ളവർ നിന്നെ ശ്രദ്ധിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ നിന്റെ വ്യക്തിത്വം വളർത്തുക. അവഗണന നിനക്കുള്ള ഇന്ധനമാകട്ടെ. ആ വാക്കുകൾ രാഹുലിൻ്റെ കണ്ണു തുറപ്പിച്ചു. അവൻ ആ രാത്രി തന്നെ ഒരു തീരുമാനമെടുത്തു. ഇനി ആരുടെയും പിന്നാലെ പോകില്ല. തൻ്റെ വില അവർക്ക് പറഞ്ഞുകൊടുക്കില്ല. പകരം പ്രവർത്തിച്ചു കാണിക്കും. അധ്വാനത്തിൻ്റെ നാളുകൾ. രാഹുൽ തൻ്റെ ദിനചര്യ മാറ്റി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യാൻ തുടങ്ങി. ജോലി കഴിഞ്ഞുള്ള സമയം വെറുതെ ഇരിക്കാതെ പുതിയ ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ പഠിക്കാൻ അവൻ ശ്രമിച്ചു. ഓൺലൈനായി വിദേശ രാജ്യങ്ങളിലെ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തു. രാത്രി വൈകുവോളം അവൻ അധ്വാനിച്ചു. അഖിലിൻ്റെ മെസ്സേജുകൾക്കായി അവൻ കാത്തിരുന്നില്ല. അവൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കുന്നത് രാഹുൽ നിർത്തി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പ്രയാസകരമായിരുന്നു. എങ്കിലും രാഹുൽ പിന്മാറിയില്ല. അവൻ തൻ്റെ ലോകം കെട്ടിപ്പിടിക്കുകയായിരുന്നു. 6 മാസങ്ങൾ കടന്നുപോയി. രാഹുലിൻ്റെ ഡിസൈനുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അവൻ സ്വന്തമായി ഒരു ചെറിയ ഏജൻസി ആരംഭിച്ചു. തിരിച്ചു പിടിച്ച വില. 2 വർഷത്തിന് ശേഷം നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കോൺഫറൻസ് നടക്കുകയായിരുന്നു. ആ കോൺഫറൻസിൻ്റെ മുഖ്യ ഡിസൈൻ പാർട്ട്ണർ രാഹുലിൻ്റെ കമ്പനിയായിരുന്നു. തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് ആത്മവിശ്വാസത്തോടെ സ്റ്റേജിൽ നിൽക്കുന്ന രാഹുലിനെ കാണാൻ ഒരുപാട് പേരെത്തിയിരുന്നു. പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരാളെ രാഹുൽ ശ്രദ്ധിച്ചു. അത് അഖിലായിരുന്നു. അവൻ്റെ പഴയ ഗമയെല്ലാം പോയിരിക്കുന്നു. അവൻ ജോലി ചെയ്യുന്ന കമ്പനി തകർച്ചയിലാണെന്നും പുതിയൊരു അവസരത്തിനായി അവൻ അവിടെ എത്തിയതാണെന്നും രാഹുൽ അറിഞ്ഞു. സദസ്സിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. അഖിലിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ജാള്യതയുണ്ടായിരുന്നു. അവൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു: രാഹുൽ, നീ ഇത്ര വലിയ നിലയിലെത്തുമെന്ന് ഞാൻ കരുതിയില്ല. പണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക്. രാഹുൽ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: അഖിലേ, സാരമില്ല. അന്ന് നീ എന്നെ അവഗണിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും നിന്റെ തണലിൽ ഒതുങ്ങിക്കൂടുമായിരുന്നു. എന്നെ ഞാനാക്കിയത് അവഗണനയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് നന്ദി മാത്രമേ ഉള്ളൂ. രാഹുൽ അന്ന് അഖിലിനോട് വഴക്കിടാൻ പോയില്ല. പകരം നിശബ്ദനായിരുന്ന് തൻ്റെ വിജയം കൊണ്ട് മറുപടി നൽകി.
അവഗണന നേരിടുമ്പോൾ തകർന്നു പോകുന്നവർക്കുള്ള പാഠമാണിത്. മറ്റൊരാൾ നിങ്ങളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു സ്ഥാനവുമില്ലെന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ വിജയമാണ് നിങ്ങളെ അവഗണിച്ചവർക്കുള്ള ഏറ്റവും വലിയ പ്രഹരം. നിങ്ങളെ തഴഞ്ഞവർക്ക് നിങ്ങളൊരു സ്വപ്നമായി മാറണം. നിങ്ങൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണ്ട. അവരത് സ്വയം തിരിച്ചറിയുന്ന കാലം വരും. അതുവരെ നിങ്ങളുടെ പാതയിൽ ഉറച്ചു നിൽക്കുക. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്: അവഗണന. നിങ്ങൾ ഒരാൾക്ക് വളരെ ആവേശത്തോടെ ഒരു മെസ്സേജ് അയക്കുന്നു, ഫോണിൽ നോക്കി കാത്തിരിക്കുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളാകുന്നു. ഡബിൾ ടിക്ക് വരുന്നു, ബ്ലൂ ടിക്ക് വരുന്നു, പക്ഷേ മറുപടി മാത്രം വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നു, അവർക്കു വേണ്ടി സമയം മാറ്റിവെക്കുന്നു, പക്ഷേ അവർ നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു വിഷമമുണ്ട്, ഒരു തരം ശൂന്യത. എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മെ വേട്ടയാടും. എന്നാൽ ഞാൻ പറയട്ടെ, മറ്റൊരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോവുകയല്ല വേണ്ടത്. പകരം നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വില എന്താണെന്നും അവർക്കും ഈ ലോകത്തിനും കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനായി നിങ്ങൾ ഉടൻ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അമിത ചിന്തകൾക്ക് വിട നൽകുക. സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അവഗണന നേരിടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് ഓവർ തിങ്കിങ് ആണ്. അവരെന്തുകൊണ്ട് റിപ്ലൈ തന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ 100 കാരണങ്ങൾ ചിന്തിച്ചു കൂട്ടും. അവർക്ക് എന്നോട് ദേഷ്യമാണോ, വേറെ ആരോടെങ്കിലും സംസാരിക്കുകയാണോ എന്നിങ്ങനെ. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ഫാക്ടറി പോലെയാണ്. അവിടെ നെഗറ്റീവ് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും നശിപ്പിക്കും. അവർ മറുപടി തന്നില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, നിങ്ങളുടെ കുറവല്ല. ഒരുപക്ഷെ അവർക്കു തിരക്കായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നുണ്ടാവില്ല. കാരണം എന്തുതന്നെയായാലും അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ഉറക്കവും സമാധാനവും കളയരുത്. മനസ്സിനോട് പറയുക, എന്റെ സന്തോഷം തീരുമാനിക്കുന്നത് മറ്റൊരാളുടെ മറുപടിയല്ല. ആരുടെയും പിന്നാലെ ഓടരുത്. സ്റ്റോപ്പ് ചേസിംഗ് പീപ്പിൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ നിങ്ങളെ ഒഴിവാക്കുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും അവരോട് സംസാരിക്കാൻ അനുവാദം ചോദിക്കുന്നതും നിർത്തുക. നമ്മൾ ഒരാളുടെ പിന്നാലെ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം അവർ നമ്മളെ പുച്ഛത്തോടെ കാണും. സ്നേഹവും ബഹുമാനവും ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് അർഹതപ്പെട്ടവർക്ക് താനേ ലഭിക്കേണ്ടതാണ്. നിങ്ങൾ ഒരാളുടെ പിന്നാലെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വില, വാല്യൂ നിങ്ങൾ തന്നെ കുറയ്ക്കുകയാണ്. സ്വയം ബഹുമാനിക്കാൻ പഠിക്കുക. നിങ്ങളെ വേണ്ടത്തവർക്ക് നിങ്ങളെയും വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആർജവം കാണിക്കണം. നിങ്ങളുടെ അഭാവം, ആബ്സെൻസ്, അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അവഗണനയ്ക്കുള്ള ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ മൂല്യം സ്വയം കണ്ടെത്തുക. ബിൽഡ് യുവർ വാല്യൂ. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കഴിവുകൾ ഇവ മെച്ചപ്പെടുത്താൻ സമയം കണ്ടെത്തുക. പലപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യമാണ് നമുക്ക് വേദന നൽകുന്നത്. ആ പ്രാധാന്യം ഇനി മുതൽ നിങ്ങൾക്ക് തന്നെ നൽകുക. നന്നായി വ്യായാമം ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ ഓടുക. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളെ പണ്ട് അവഗണിച്ചവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ അപ്പോയിൻറ്റ്മെൻ്റ് എടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകണം. സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് എന്ന് വെറുതെ പറയുന്നതല്ല. വൈകാരികമായ നിയന്ത്രണം, ഇമോഷണൽ കൺട്രോൾ ആൻഡ് ബൗണ്ടറീസ്. ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ ദേഷ്യപ്പെടാനോ കരയാനോ നിൽക്കരുത്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. അവർ മെസ്സേജിന് മറുപടി തന്നില്ലെങ്കിൽ എന്താ മറുപടി തരാത്തത് എന്ന് ചോദിച്ചു വഴക്കിടാൻ പോകരുത്. പകരം തികഞ്ഞ നിശബ്ദത പാലിക്കുക. പുതിയ ലോകം കണ്ടെത്തുക. എക്സ്പ്ലോർ ന്യൂ പോസിബിലിറ്റീസ്. ഈ ലോകം ആ ഒരൊറ്റ വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലോ അവസാനിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തയ്യാറുള്ള കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. നിങ്ങളെ അവഗണിക്കുന്ന ഒരാൾക്ക് വേണ്ടി സമയം കളയുമ്പോൾ നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുന്ന മറ്റൊരാളെ കണ്ടെത്താനുള്ള അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക, യാത്രകൾ ചെയ്യുക, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ലോകം വലുതാകുമ്പോൾ പഴയ അവഗണനകൾ വെറും നിസ്സാരമായി നിങ്ങൾക്ക് തോന്നും.
നിങ്ങളെ വേണ്ടെന്നു വെച്ചവർക്ക് നിങ്ങളൊരു നഷ്ടമായി മാറണം, അല്ലാതെ അവർക്ക് നിങ്ങളൊരു ഭാരമാകരുത്. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്ന ദിവസം ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. മറ്റൊരാളുടെ അവഗണന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, മറിച്ച് നിങ്ങളുടെ പുതിയൊരു തുടക്കമാണ്. നിങ്ങളുടെ വില തിരിച്ചറിയുക, തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടക്കുക. നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, നിങ്ങൾ സ്പെഷ്യലാണ്. ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.